എല്ലാവർക്കും ഹരിയോം. STYS ഓൺലൈൻ മലയാളം നടത്തിക്കൊണ്ടുവരുന്ന നാരായണ പഠനത്തിന്റെ 101ാമത്തെ ദിവസമാണിന്ന്. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് 91ാമത്തെ ദശകമായ ഭക്തി മഹത്വമാണ്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആരൊക്കെയാ പങ്കെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ധ്യാന ശ്ലോകം ചൊല്ലുന്നത് ലതാ മോഹനക്ക, ചാന്റിംഗ് ഗൈഡൻസ് സരോജിനി അക്ക, ചാന്റിംഗ് റിപ്പിറ്റേഷൻ ചെയ്യുന്നത് 1 മുതൽ ശ്ലോകം 4 വരെ വിമലക്ക, 5 മുതൽ 7 വരെ ദേവകിയക്ക, 8 മുതൽ 10 വരെ മത്സലക്ക. പിന്നെ ഇതിന്റെ മുഴുവനും എക്സ്പ്ലനേഷൻ ചെയ്യുന്നത് ബിനിയക്കയാണ്. ബാക്കപ്പിനായി എത്തിയിരിക്കുന്നത് ഗംഗാക്ക. എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് ധ്യാന ശ്ലോകത്തോടെ തുടങ്ങാം. അത് കഴിഞ്ഞ ഉടനെ ശ്ലോകം ചാന്റിംഗ് തുടങ്ങാം. ഹരിയോം ലതാ മോഹനക്ക. ഹരിയോം നിഷാക്ക. അഗജാനന പദ്മാർക്കം ഗജാനനമഹർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തം ഉപാസ്മഹേ. ശ്രീ മഹാഗണപതയേ നമഃ. ഗുരുവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിദയേ സർവവിദ്യാനാം ശ്രീദക്ഷിണാമൂർത്തയേ നമഃ. അസ്മദ് ഗുരുചരണാരവിന്ദാഭ്യാം നമഃ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ശ്രീ മഹാസരസ്വതീ നമഃ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരിയോം. അടുത്തതായി ചാന്റിംഗ് ഗൈഡൻസിനായി സരോജിനിയെ ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ ചാന്റിംഗ് റിപ്പിറ്റേഷൻ ചെയ്യുന്നതിനായി വിമലക്കയും ദേവികയ്ക്കും വത്സലയ്ക്കും ക്ഷണിക്കുന്നു. ഹരിയോം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം. നാരായണീയ പഠനത്തിന്റെ 91ാം ദശകമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈ ശ്ലോകം ശ്രദ്ധരാ വൃത്തത്തിലാണ് എല്ലാ ശ്ലോകങ്ങളും എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് 10 ശ്ലോകവും വളരെ നീളമുള്ള ശ്ലോകങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് സമയക്കുറവിനാൽ വേഗം തന്നെ ശ്ലോകത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം പറയാം. ശ്രീകൃഷ്ണ ത്വത്പദോപാസനം അഭയതമം ബദ്ധമിഥ്യാർത്ഥദൃഷ്ടേഃ മർത്യസ്യ ആർത്തസ്യ മന്യേ വ്യപസരതി ഭയം യേന സർവാത്മനാ ഏവ യത് താവത് ത്വത്പ്രണീതാൻ ഇഹ ഭജനവിധീൻ ആസ്ഥിതഃ മോഹമാർഗേ ധാവൻ അപി ആവൃതാക്ഷഃ ഫലതി ന കുഹചിത് ദേവദേവ അഖിലാത്മൻ. ചാന്റിംഗ്. രണ്ട് ലൈൻ ഒന്നിച്ച് ആദ്യം ചൊല്ലാം. ശ്രീകൃഷ്ണ ത്വത്പദോപാസനം അഭയതമം ബദ്ധമിഥ്യാർത്ഥദൃഷ്ടേർ മർത്യസ്യാർത്ഥസ്യ മന്യേ വ്യപസരതി ഭയം യേന സർവാത്മനൈവ. ശ്രീകൃഷ്ണ ത്വത്പദോപാസനമഭയതമം ബദ്ധമിഥ്യാർത്ഥദൃഷ്ടേ മർത്യസ്യാർത്ഥസ്യ മന്യേ വ്യപസരതി ഭയം യേന സർവാത്മനൈവ. യത്താവത് ത്വത്പ്രണീതാനിഹ ഭജനവിധീനാസ്ഥിതോ മോഹമാർഗേ ധാവന്നപ്യാവൃതാക്ഷ
സ്ഖലതി ന കുഹചിദ്ദേവദേവാഖിലാത്മൻ. യത്താവത്വത്പ്രണീതാനിക ഭജന വിധീനാസ്തിദോ മോഹമാർഗേ താവന്നാപ്യാവൃതാക്ഷ സ്ഥലദിന കുകിചിദ്ദേവദേവാഖിലാത്മൻ. ശ്ലോകം മുഴുവനായി ചൊല്ലാം. ശ്രീകൃഷ്ണ ത്വത്പദോപാസനമഭയതമം ബദ്ധമിഥ്യാർത്ഥദൃഷ്ടേർമർത്യസ്യാർത്ഥസ്യ മന്യേ വ്യപസരതി ഭയം യേന സർവാത്മനൈവ. യത്താവത്വത്പ്രണീതാനിഹ ഭജനവിധീനാസ്ഥിതോ മോഹമാർഗേ ധാവന്നപ്യാവൃതാക്ഷ സ്ഖലതി ന കുഹചിദ്ദേവദേവാഖിലാത്മൻ. ശ്രീകൃഷ്ണ ത്വത്പദോപാസനാഭയതമം ബദ്ധമിഥ്യാർത്ഥദൃഷ്ടേ മത്യസ്യാർത്ഥസ്യ മന്യേ വ്യപസരതി ഭയം യേന സർവാത്മനൈവ. യത്താവത്വത്പ്രണീതാനി ഭജന വിധീനാസ്തിദോ മോഹമാർഗേ താവന്നാപ്യാവൃതാക്ഷ സ്ഖലതി ന കുഹചിദ്ദേവദേവാഖിലാത്മൻ. രണ്ടാമത്തെ ശ്ലോകം പദച്ഛേദം നോക്കാം. ഭൂമൻ കായേന വാച മുഹുഹു അപി മനസാ ത്വദ്ബല പ്രേരിതാത്മാ യത് കുർവേ സമസ്തം തത് ഇഹ പരതരേ ത്വയി അസൗ അർപ്പയാമി. ത്വയി അസൗ അർപ്പയാമി. ജാത്യാപീഹ ശ്വപാകഃ ത്വയി വിഹിതമനഃ കർമ്മവാഗിന്ദ്രിയാർത്ഥപ്രാണഃ വിശ്വം പുനീതേ ന തു വിമുഖമനാഃ ത്വത് പദാത് വിപ്രവര്യഃ. ശ്ലോകപാരായണം. രണ്ട് വരിയാദ്യം. ഭൂമൻ കായേന വാചാ മുഹുരപി മനസാ ത്വദ്ബല പ്രേരിതാത്മാ യദ്യത് കുർവേ സമസ്തം തദിഹ പരതരേ ത്വയ്യസാവർപ്പയാമി. ഭൂമൻ കായേന വാചാ മുഹുരപി മനസാ ത്വദ്ബല പ്രേരിതാത്മാ യദ്യത് കുർവേ സമസ്തം തദിഹ പരതരേ ത്വയ്യസാവർപ്പയാമി. ജാത്യാപീഹ ശ്വപാകസ്ത്വയി നിഹിതമനഃ കർമ്മവാഗിന്ദ്രിയാർത്ഥപ്രാണോ വിശ്വം പുനീതേ നതു വിമുഖമനാസ്ത്വത്പദാദ്വിപ്രവർയ. ജാത്യാപീഹസ്ത്വപാകസ്ത്വയി നിഹിതമനഃ കർമ്മവാഗീന്ദ്രിയാർത്ഥ പ്രാണോ വിശ്വം പുനീതേ നതു വിമുഖമനഃ ത്വത്പദാത് വിപ്രവർയഃ. ശ്ലോകം മുഴുവനായി ചൊല്ലാം. ഭൂമൻ കായേന വാചാ മുഹുരപി മനസാ ത്വദ്ബല പ്രേരിതാത്മാ യദ്യത് കുർവേ സമസ്തം തദിഹ പരതരേ ത്വയ്യസാവർപ്പയാമി. ചാത്യാപീഹ ശ്വപാകസ്ത്വയി നിഹിതമനഃ കർമ്മവാഗിന്ദ്രിയാർത്ഥപ്രാണോ വിശ്വം പുനീതേ നതു വിമുഖമനാസ്ത്വത്പദാദ്വിപ്രവർയ. ഭൂമൻ കായേന വാചാ മുഹുരപി മനസാ ത്വദ്ബല പ്രേരിതാത്മാ യദ്യത് കുർവേ സമസ്തം തദിഹ പരതരേ ത്വയ്യവത്സർപ്പയാമി. യാത്യാപീഹ സ്വപാകസ്ത്വയി ലിഖിതമനഃ കർമ്മവാഗീന്ദ്രിയാർത്ഥ പ്രാണോ വിശ്വം പുനീതേ നതു വിമുഖമനാ ത്വത്പദാത് വിപ്രവർയ. അടുത്തത് ശ്ലോകം 3 കടക്കാം. ഭീതിഹി നാമ ദ്വിതീയാത് ഭവതി നനു മനഃകൽപിതം ച ദ്വിതീയം തേന
ഐക്യാഭ്യാസശീലഃ ഹൃദയം ഇഹ യഥാശക്തി ബുദ്ധ്യാ നിരുന്ധ്യാം മായാവിദ്ധേ തു തസ്മിൻ പുനഃ അപി ന തഥാ ഭാതി മായാധിനാഥം തം ത്വാം ഭക്ത്യാ മഹത്യാ സതതം അനുഭജൻ ഈശ ഭീതിം വിജഹ്യാം. ശ്ലോകപാരായണം. ഭീതിർനാമദ്വിതീയാദ്ഭവതി നനു മനഃ കൽപ്പിതം ച ദ്വിതീയം തേനൈക്യാഭ്യാസശീലോ ഹൃദയമിഹ യഥാശക്തി ബുദ്ധ്യാ നിരുന്ധ്യാം. പ്രീതിർനാമദ്വിതീയാത് ഭവതി നനു മനഃ കൽപ്പിതം ച ദ്വിതീയം തേനൈക്യാഭ്യാസശീലോ ഹൃദയമിഹ യഥാശക്തി ബുദ്ധ്യാ നിരുദ്ധാം. മായാവിദ്ധേതു തസ്മിൻ പുനരപി ന തഥാ ഭാതി മായാധിനാഥം തം ത്വാം ഭക്ത്യാ മഹത്യാ സതതമനുഭജന്നീശ ഭീതിം വിജഹ്യാം. മായാവിച്ഛേദു തസ്മിൻ പുനരഭിനത തഥാ ഭാതി മായാതിനാഥം തത്വാം ഭക്ത്യാ മഹത്യാ സതതമനുഭജന്നീശ ഭീതിം വിജഹ്യാം. ഭീതിർനാമദ്വിതീയാദ്ഭവതി നനു മനഃ കൽപ്പിതം ച ദ്വിതീയം തേനൈക്യാഭ്യാസശീലോ ഹൃദയമിഹ യഥാശക്തി ബുദ്ധ്യാ നിരുന്ധ്യാം. മായാവിദ്ധേതു തസ്മിൻ പുനരപി ന തഥാ ഭാതി മായാധിനാഥം തം ത്വാം ഭക്ത്യാ മഹത്യാ സതതമനുഭജന്നീശ ഭീതിം വിജഹ്യാം. പ്രീതിർനാമദ്വിതീയാത് ഭവതി നനു മനഃ കൽപ്പിതം ച ദ്വിതീയം തേനൈക്യാഭ്യാസശീലോ ഹൃദയമിഹ യഥാശക്തി ബുദ്ധ്യാ നിരുദ്ധ്യാം. മായാവിച്ഛേദു തസ്മിൻ പുനരഭിനത തഥാ ഭാതി മായാതിനാഥം തത്വാം ഭക്ത്യാ മഹത്യാ സതതമനുഭജന്നീശ ഭീതിം വിജഹ്യാം. അടുത്തത് 4-ാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം. ഭക്തേഹേ ഉത്പത്തി വൃദ്ധി ഭക്തേരുത്പത്തി വൃദ്ധി ഭക്തേഹേ ഉത്പത്തി വൃദ്ധി തവ ചരണജുഷാം സംഗമേന ഏവ സംഗമേന ഏവ പുംസാം ആസാദ്യേ പുണ്യഭാജാം ശ്രിയഃ ഇവ ജഗതി ശ്രീമതാം സംഗമേന തത് സംഗഃ ദേവ ഭൂയാത് മമ ഖലു സതതം തന്മുഖാത് ഉന്മിഷദ്ഭിഃ ത്വന്മാഹാത്മ്യപ്രകാരൈഃ ഭവതി ച സുദൃഢാ ഭക്തിഃ ഉദ്ധൂതപാപാ. ശ്ലോകം. ഭക്തേരുത്പത്തിവൃദ്ധി തവ ചരണജുഷാം സംഗമേനൈവ പുംസാമാസാദ്യേ പുണ്യഭാജാം ശ്രിയൈവ ജഗതി ശ്രീമതാം സംഗമേന. ഭക്തേരുത്പത്തിവൃത്തി തവ ചരണജോഷാം സംഗമേനൈവ പുംസാ മാസാദ്യേ പുണ്യപാജാം ശ്രിയൈവ ജഗതി ശ്രീമതാം സംഗമേന. തത്സംഗോ ദേവ ഭൂയാന്മമ ഖലു സതതം തന്മുഖാദുന്മിഷദ്ഭിസ്ത്വത്മാഹാത്മ്യപ്രകാരൈർഭവതി ച സുദൃഢാ ഭക്തിരുദ്ധൂതപാപാ. തത്സംഗോ ദേവ ഭൂയാന്മമ ഖലു സതതം തന്മുഖാദുന്മിഷതി തന്മാഹാത്മ്യപ്രകാരൈർഭവതി ച സുദൃഢാ ഭക്തിരുദ്ധൂതപാപാ.
ഭക്തേരുത്പത്തിവൃദ്ധി തവ ചരണജുഷാം സംഗമേനൈവ പുംസാമാസാദ്യേ പുണ്യഭാജാം ശ്രിയൈവ ജഗതി ശ്രീമതാം സംഗമേന തത്സംഗോ ദേവ ഭൂയാൻ മമ ഖലു സതതം തന്മുഖാദുന്മിഷദ്ഭിസ്ത്വന്മാഹാത്മ്യ പ്രകാരൈർഭവതി ച സുദൃഢാ ഭക്തിരുദ്ധൂത പാപാ. ഭക്തേരുത്പത്തിവൃത്തി തവ ചരണജോഷാം സംഗമേനൈവ പുംസാ മാസാദ്യേ പുണ്യപാജാം ശ്രിയൈവ ജഗതി ശ്രീമതാം സംഗമേന തത്സംഗോ ദേവ ഭൂയാൻ മമ ഖലു സതതം തന്മുഖാദുന്മിഷതി തന്മാഹാത്മ്യപ്രകാരേ ഭക്തിരുദ്ധൂത പാപാ. ശ്ലോകം 5. ശ്രേയഃ മാർഗേഷു ഭക്തൗ അധിക ബഹുമതി. ഭക്താവ് അധിക ബഹുമതിർ ജന്മകർമാണി എന്നുള്ളത്. അധിക ബഹുമതി ജന്മകർമാണി ഭൂയഃ ഗായൻ ക്ഷേമാണി നാമാനി അപി നാമാനി അപി തത് ഉഭയതഃ തദുഭയതഃ പ്രദ്രുതം പ്രദ്രുതാത്മാ ഉദ്യതഹാസഃ കദാചിത് കുഹചിത് അപി കുഹചിദപി രുദൻ ക്വാപി ഗർജൻ പ്രഗായൻ ഉന്മാദി ഇവ പ്രനൃത്യൻ അയി കുരു കരുണാം ലോകബാഹ്യ ചരേയം. ശ്രേയോ മാർഗേഷു ഭക്താവധിക ബഹുമതിർ ജന്മകർമാണി ഭൂയോ ഗായൻ ക്ഷേമാണി നാമാന്യപി തദുഭയത പ്രദ്രുതം പ്രദ്രുതാത്മാ. ശ്രേയോ മാർഗേഷു ഭക്താവധിക ബഹുമതിർജന്മകർമാണി ഭൂയോ ഗായൻ ക്ഷേമാണി നാമാനൃപി തദുഭയത പ്രദ്രുതം പ്രദ്രുതാത്മാ. ഉദ്യത്ഹാസ കദാചിത് കുഹചിദപി രുദൻ ക്വാപി ഗർജൻ പ്രഗായൻ ഉന്മാദീവ പ്രനൃത്യന്നയി ഗുരു കരുണാം ലോകബാഹ്യശ്ചരേയം. ഉദ്യദ്ധാസ കദാചിത് കുഹചിദപി രുദൻ ക്വാപി ഗർജൻ പ്രഗായന്നുന്മാദീവ പ്രനൃത് നയേ കുരു കരുണാം ലോകബാഹ്യാച്ഛരേയം. ശ്രേയോ മാർഗേഷു ഭക്താവധിക ബഹുമതിർജന്മകർമാണി ഭൂയോ ഗായൻ ക്ഷേമാണി നാമാന്യപി തദുഭയത പ്രദ്രുതം പ്രദ്രുതാത്മാ. ഉദ്യദ്ധാസ കദാചിത് കുഹചിദപി രുദൻ ക്വാപി ഗർജൻ പ്രഗായന്നുന്മാദീവ പ്രനൃത്യന്നയി കുരു കരുണാം ലോകബാഹ്യശ്ചരേയം. ശ്രേയോ മാർഗേഷു ഭക്താവധിക ബഹുമതിർ ജന്മകർമാണി ഭൂയോ ഗായൻ ക്ഷേമാണി നാമാനൃപി തദുഭയത പ്രദ്രുതം പ്രദ്രുതാത്മാ. ഉദ്യദ്ധാസ കദാചിത് കുഹചിദപി രുദൻ ക്വാപി ഗർജൻ പ്രഗായന്നുന്മാദീവ പ്രനൃത്തന്നയി കുരു കരുണാം ലോകബാഹ്യച്ഛരേയം. അടുത്തത് ശ്ലോകം 6. പദച്ഛേദം. ഭൂതാനി ഏതാനി ഭൂതാത്മകം അപി സകലം പക്ഷിമത്സ്യാൻ മൃഗാദീൻ മർത്യാൻ മിത്രാണി ശത്രൂൻ അപി യമിതമതിഃ ത്വന്മയാനി ആനമാനി ത്വത് സേവായാം ഹി സിദ്ധ്യേത് മമ തവ കൃപയാ ഭക്തിദാർഢ്യം വിരാഗഃ
त्वत्तत्त्वस्य അവബോധഃ अपि च ഭുവനപദേ യത്നഭേദം വിനാ ഏവ വിനൈവ. ശ്ലോകം പാരായണം. ഭൂതാന്യേതാനി ഭൂതാത്മകമപി സകലം പക്ഷിമത്സ്യാൻ മൃഗാദീൻ മർത്യാൻ മിത്രാണി ശത്രൂനപി അമിതമതി ത്വന്മയാജ്ഞാനമാനി. ഭൂതാന്യേതാനി ഭൂതാത്മകമവി സകലം പക്ഷിമത്സ്യാൻ മൃഗാദീൻ മർത്യാൻ മിത്രാണി ശത്രുന്നപി യമിതമതി സ്ത്വന്മയാജ്ഞാനമാനി. ത്വത്സേവായാം ഹി സിദ്ധ്യേന്മമ തവ കൃപയാ ഭക്തിദാർഢ്യം വിരാഗസ്ത്വത്തത്ത്വസ്യാവബോധോപി ച ഭുവനപദേ യത്നഭേദം വിനൈവ. ത്വത്സേവായാം ഹി സിദ്ധേന്മമ തവ കൃപയാ ഭക്തിദാർഢ്യം വിരാഗ സ്വത്തത്വസ്യാവബോധോപി ച ഭുവനപദേ യത്നഭേദം വിനൈവ. ഭൂതാന്യേതാനി ഭൂതാത്മകമപി സകലം പക്ഷിമത്സ്യാൻ മൃഗാദീൻ മർത്യാൻ മിത്രാണി ശത്രൂനപി യമിതമതി സ്ത്വന്മയാജ്ഞാനമാനി. ത്വത്സേവായാം ഹി സിദ്ധ്യേന്മമ തവ കൃപയാ ഭക്തിദാർഢ്യം വിരാഗസ്ത്വത്തത്ത്വസ്യാവബോധോപി ച ഭുവനപദേ യത്നഭേദം വിനൈവ. ഭൂതാന്യേതാനി ഭൂതാത്മകമപി സകലം പക്ഷിമത്സ്യാൻ മൃഗാദീൻ മർത്യാൻ മിത്രാണി ശത്രുന്നപി യമിതമതി ത്വന്മയാജ്ഞാനമാനി. ത്വത്സേവായാം ഹി സിദ്ധ്യന്മമ തവ കൃപയാ ഭക്തിദാർഢ്യം വിരാഗസ്ത്വസ്യാവബോധോപി ച ഭുവനപദേ യജ്ഞഭേദം വിനൈവ. ശ്ലോകം 7 പദച്ഛേദം. നോ മുഹ്യൻ ക്ഷുത്രിടാദ്യൈഃ ഭവസരണി ഭവൈഃ ത്വന്നിലീനാശയത്വാത് ചിന്താസാദാത്യശാലി നിമിഷലവം അപി ത്വത്പദാത് അപ്രകമ്പഃ ഇഷ്ടാനിഷ്ടേഷു തുഷ്ടിവ്യസന വിരഹതഃ മായികത്വാവബോധാത് ജ്യോത്സ്നാഭിഃ ത്വന്നഖേന്ദോഃ അധിക ശിശിരിതേന ആത്മനാ സഞ്ചരേയ. ശ്ലോകം. നോ മുഹ്യൻ ക്ഷുത്രിടാദ്യൈർഭവസരണി ഭവൈസ്ത്വന്നിലീനാശയത്വാ ചിന്താസാദത്യശാലി നിമിഷലവമപി ത്വത്പദാദപ്രകമ്പ. നോ മുഹ്യൻ ക്ഷുത്യഢാദൈർഭവസരണിഭവൈ സ്ത്വന്നിലീനാശയത്വാ ചിന്താസ്വാദത്യശാലി നിമിഷലവമപി ത്വത്പദാദപ്രകമ്പ. ഇഷ്ടാനിഷ്ടേഷു തുഷ്ടിവ്യസന വിരഹിതോ മായികത്വാവബോധ ജ്യോത്സ്നാഭിസ്ത്വന്നഖേന്ദോരധിക ശിശിരിതേരാത്മനാ സഞ്ചരേയ. ഇഷ്ടാനിഷ്ടേഷു തുഷ്ടിവ്യസന വിരഹിതോ മായികത്വാവബോധാത് ജ്യോത്സ്നാഭിസ്ത്വന്നഖേന്ദോരധിക ശിശിരേദേനാത്മനാ സഞ്ചരേയം. നോ മുഹ്യൻ ക്ഷുത്രിടാദ്യൈർഭവസരണി ഭവൈസ്ത്വന്നിലീനാശയത്വാ ചിന്താസാദത്യശാലി നിമിഷലവമപി ത്വത്പദാദപ്രകമ്പ. ഇഷ്ടാനിഷ്ടേഷു
തുഷ്ടിവ്യസന വിരഹിതോ മായികത്വാവബോധാജ്യോത്സ്നാഭി ത്വന്നകേന്ദോരധിക ശിശിരിതേനാത്മനാ സഞ്ചരേയ. नो मुह्यन् क्षुदृढाधैर्भव सरणिभवै सन्निलीनाशयत्वा चिन्तासागतृशाली निमिषलवमपि त्वत्पदादप्रगम्बा इष्टानिष्टेषु तुष्टिव्यसनविरहितो मायिकत्वावबोधात् ज्योत्स्नाभिस्त्वन्नखेन्दोरधिक ശിശിരിതേനാത്മനാ സഞ്ചരേയം. ശ്ലോകം 8 പദച്ഛേദം. ഭൂതേഷു യേഷു ത്വത് ഐക്യസ്മൃതി സമധിഗതൗ ന അധികാരഃ അധുനാ ചേത് ത്വത് പ്രേമ ത്വത്കമൈത്രീ ജഡമതിഷു കൃപാ ദ്വിഷ്ടു ഭൂയാത് ഉപേക്ഷ അർച്ചായാം വാ സമർച്ചാകുതുകം ഉരുതര ശ്രദ്ധയാ വർദ്ധതാം മേ ത്വത് സംസേവി തഥാ അപി ദ്രുതം ഉപലഭത്തെ ഭക്തലോകോത്തമത്വം. ശ്ലോകം. ഭൂതേഷ്വേഷു ത്വദൈക്യസ്മൃതി സമധിഗതൗ നാധികാരോധുനാ ചേത് ത്വത്പ്രേമത്വൈകമൈത്രീ ജഡമതിഷു കൃപാദ്വിഷ്ടു ഭൂയാദുപേക്ഷ. ഭൂതേഷ്വേഷു ത്വദൈക്യസ്മൃതി സമധിഗതൗ അധികാരോധുനാ ചേത് ത്വത്പ്രേമത്വദ്ഗമൈത്രീ ജഡമതിഷു കൃപാ ദിത്സു ഭൂയാദുപേക്ഷ. അർച്ചായാം വാ സമർച്ചാകുതുകമുരുതര ശ്രദ്ധയാ വർദ്ധതാം മേ ത്വത്സംസേവി തഥാപി ദ്രുതമുപലഭത്തെ ഭക്തലോകോത്തമത്വം. അർച്ചായാം വാ സമർച്ചാ കുതുകമുരുതര ശ്രദ്ധയാ വർദ്ധതാം മേ തത്സംസേവീ സ തഥാപി ദ്രുതമുപലഭത്തെ ഭക്തലോകോത്തമത്വം. ഭൂതേഷ്വേഷു ത്വദൈക്യസ്മൃതി സമധിഗതൗ നാധികാരോധുനാ ചേത് ത്വത്പ്രേമത്വത്കമൈത്രീ ജഡമതിഷു കൃപാദ്വിഷ്ടു ഭൂയാദുപേക്ഷ. അർച്ചായാം വാ സമർച്ചാകുതുകമുരുതര ശ്രദ്ധയാ വർദ്ധതാം മേ ത്വത്സംസേവീ തഥാപി ദ്രുതമുപലഭത്തെ ഭക്തലോകോത്തമത്വം. ഭൂതേഷ്വേഷു ത്വദൈക്യസ്മൃതി സമധിഗതൗ നധികാരോധുനാ ചേത് ത്വത്പ്രേമത്വത്കമൈത്രീ ജഡമതിഷു കൃപാദിത്സു ഭൂയാദുപേക്ഷ. അർച്ചായാം വാ സമർച്ചാകുതുകമുരുതര ശ്രദ്ധയാ വർദ്ധതാം മേ തത്സംസേവീ തഥാപി ദ്രുതമുപലഭത്തെ ഭക്തലോകോത്തമത്വം. ശ്ലോകം 9 പദച്ഛേദം. ആവൃത്യ ത്വത് സ്വരൂപം ക്ഷിതിജലമരുതാദ്യാത്മനാ വിക്ഷിപന്തി ജീവാൻ ഭൂയിഷ്ടകർമാവലി വിവശഗതീം ദുഃഖജാലേ ക്ഷിപന്തി ത്വന്മായാ മാ അഭിഭൂത് മാം അയി ഭുവനപദേ കൽപ്പതേ തത് പ്രശാന്ത്यै ത്വത്പാദേ ഭക്തിഃ ഏവ ഇതി അവദത് അയി വിഭോ സിദ്ധയോഗി പ്രബുദ്ധഃ. ശ്ലോകം. ആവൃത്യ ത്വത്സ്വരൂപം ക്ഷിതിജലമരുതാദ്യാത്മനാ വിക്ഷിപന്തി ജീവാൻ ഭൂയിഷ്ടകർമാവലി വിവശഗതീം ദുഃഖജാലേ
ക്ഷിപന്തി. ആവൃത്യ തത്സ്വരൂപം ക്ഷിതിജലമരുതാത്യാത്മനാ വിക്ഷിപന്തി ജീവാൻ ഭൂയിഷ്ടകർമാ ബലിവിവശഗതീൻ ദുഃഖജാലേ ക്ഷിപന്തി. ത്വന്മായാമാഭിഭൂമാൻ ത്വന്മായാമാഭിഭൂന്മാമയി ഭുവനപദേ കൽപ്പതേ തത്പ്രശാന്ത്यै ത്വത്പാദേ ഭക്തിരേവേത്യവദതി അവദദായി വിഭോ സിദ്ധയോഗീ പ്രബുദ്ധ. ത്വന്മായാമാഭിഭൂന്മാമയി ഭുവനപദേ കൽപ്പതേ തത്പ്രശാന്ത്यै ത്വത്പാദേ ഭക്തിരേവേത്യവദദൈ വിഭോ സിദ്ധയോഗീ പ്രബുദ്ധ. ആവൃത്യ ത്വത്സ്വരൂപം ക്ഷിതിജലമരുതാദ്യാത്മനാ വിക്ഷിപന്തി ജീവാൻ ഭൂയിഷ്ഠകർമാവലി വിവശഗതീൻ ദുഃഖജാലേ ക്ഷിപന്തി. ത്വന്മായാമാഭിഭൂന്മാമയി ഭുവനപദേ കൽപ്പതേ തത്പ്രശാന്ത്यै ത്വത്പാദേ ഭക്തിരേവേത്യവദദായി വിഭോ സിദ്ധയോഗീ പ്രബുദ്ധ. ആവൃത്യ തത്സ്വരൂപം ക്ഷിതിജലമരുതാദ്യാത്മനാ വിക്ഷിപന്തി ജീവാൻ ഭൂയിഷ്ടകർമാ ബലിവിവശഗതീൻ ദുഃഖജാലേ ക്ഷിപന്തി. ത്വന്മായാമാഭിഭൂന്മാമയി ഭുവനപദേ കൽപ്പതേ തത്പ്രശാന്ത്यै തത്പാദേ ഭക്തിരേവേത്യവദദൈ വിഭോ സിദ്ധയോഗീ പ്രബുദ്ധ. ശ്ലോകം 10. പദച്ഛേദം. ദുഃഖാനി ആലോക്യ ജന്തുഷു അലം ഉദിത വിവേകഃ അഹം ആചാര്യവർയാത് ലബ്ധ്വാ ത്വത് രൂപതത്വം ഗുണചരിത കഥാത് ഉദ്ഭവത് ഭക്തിഭൂമാ മായാം യേനാം തരിത്വാ പരമസുഖമയേ ത്വത്പദേ മോദിതാഹേ തസ്യ അയം പൂർവരംഗഃ പവനപുരപദേ നാശയ അശേഷ രോഗാൻ. ശ്ലോകം. ദുഃഖാന്യാലോക്യ ജന്തുഷ്വലമുദിത വിവേകോഹമാചാര്യവർയാത് ലബ്ധ്വാ ത്വദ്രൂപതത്വം ഗുണചരിത കഥാദ്യുദ്ഭവദ്ഭക്തിഭൂമാ. ദുഃഖാന്യാലോക്യ ജന്തുഷ്വലമുദിത വിവേകോഹമാചാര്യവർയാത് ലബ്ധ്വാ ത്വദ്രൂപതത്വം ഗുണചരിത കഥാദ്യുദ്ഭവദ്ഭക്തിഭൂമാ. മായാമേനാം തരിത്വാ പരമസുഖമയേ ത്വത്പദേ മോദിതാഹേ തസ്യായം പൂർവരംഗ പവനപുരപദേ നാശയാശേഷരോഗാൻ. മായാമേനാം തരിത്വാ പരമസുഖമയേ ത്വത്പദേ മോദിതാഹേ തസ്യായം പൂർവരംഗ പവനപുരപദേ നാശയാശേഷരോഗാൻ. ദുഃഖാന്യാലോക്യ ജന്തുഷ്വലമുദിത വിവേകോഹം ആചാര്യവർയാത് ലബ്ധ്വാ ത്വദ്രൂപതത്വം ഗുണചരിത കഥാദ്യുദ്ഭവദ്ഭക്തിഭൂമാ. മായാമേനാം തരിത്വാ പരമസുഖമയേ ത്വത്പദേ മോദിതാഹേ തസ്യായം പൂർവരംഗ പവനപുരപദേ നാശയാശേഷരോഗാൻ. ദുഃഖാന്യാലോക്യ ജന്തുഷ്വലമുദിത വിവേകോഹമാചാര്യവർയാത് ലുബ്ധ്വാ തദ്രൂപതത്വം ഗുണചരിത കഥാദ്യുദ്ഭവദ്ഭക്തിഭൂമാ.
മായാമേനാം തരിത്വാ പരമസുഖമയേ ത്വത്പദേ മോദിതാഹേ തസ്യായം പൂർവരംഗ പവനപുരപദേ നാശയാ ശേഷരോഗാൻ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. ഹരി ഓം. ഹരിയോ. ഇന്നത്തെ ദശകത്തിന്റെ എക്സ്പ്രഷൻ ചൊല്ലുവാനായി ബിനിയാക്കിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹരിയും അക്ക. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ. എല്ലാവർക്കും നമസ്കാരം. നാരായണീയ പഠനത്തിന്റെ 101 ദിവസമായ ഇന്ന് നമ്മൾ 91 ദശകമായ ഭക്തി മഹത്വം ആണ് പഠന വിഷയമാക്കുന്നത്. ഭഗവാൻ മഹാവിഷ്ണുവിനുള്ള ഭക്തി എങ്ങനെയാണ് സാധാരണക്കാർക്ക്, അതായത് സാമാന്യ ഭക്തന്മാർക്ക് ഉപകാരപ്രദമാക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് വർണ്ണിക്കുന്നത്. ലൗകികമായ വിഷയങ്ങളിൽ പെട്ട് ഉഴന്നു നടക്കുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ഭഗവാനിലുള്ള ഭക്തി എങ്ങനെ സഹായകമാകും, ജീവിതം മുന്നോട്ട് നയിക്കാൻ എങ്ങനെ ഭക്തി സഹായിക്കും എന്നൊക്കെയാണ് ഈ ദശകം കൊണ്ട് ഭട്ടതിരിപ്പാട് വർണ്ണിക്കുന്നത്. ഈ ദശകത്തിലെ 10 ശ്ലോകങ്ങളും ശ്രദ്ധര എന്ന വൃത്തത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ വളരെ ചുരുക്കി ഉള്ള ഒരു വിശദീകരണമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് നമ്മുടെ സമയക്കുറവിനാൽ. നമുക്ക് ഒന്നാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ശ്രീകൃഷ്ണ ത്വത്പദോപാസനമഭയതമം ബദ്ധമിഥ്യാർത്ഥ ദൃഷ്ടോർമത്യസ്യാർത്ഥസ്യ മന്യേ വ്യപസരതി ഭയം യേന സർവാത്മനൈവ യത്താവത് ത്വത്പ്രണീതാനിഹ ഭജനവിധീനാസ്ഥിതോ മോഹമാർഗേ ധാവൻ അപ്യാവൃതാക്ഷ സ്ഖലതിന കുഹചിത് ദേവദേവാഖിലാത്മൻ. സർവചരാചരങ്ങളുടെയും അന്തര്യാമിയും ദേവന്മാരെ പോലും, അതായത് ദേവന്മാരെയും അനുഗ്രഹിക്കുന്ന ദേവനുമായ അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ, ഇല്ലാത്ത വസ്തുക്കൾ ഉണ്ടെന്ന് വിചാരിച്ച് ഭ്രമിച്ച് സങ്കടങ്ങൾ അനുഭവിച്ച് മരിക്കുന്ന മനുഷ്യന് ബദ്ധമിഥ്യാർത്ഥ ദൃഷ്ടേ അർത്ഥേസ്യ മർത്യസ്യ നിന്തിരുവടിയുടെ, അതായത് അങ്ങയുടെ പാദഭജനമാണ് ഭയമില്ലാതാകാനുള്ള ഉപായങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമെന്ന് ഞാൻ വിചാരിക്കുന്നു. ത്വത്പാദോപാസനം അഭയതമം മന്യേ, ഞാൻ വിചാരിക്കുന്നു ആ ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ ഏതു വിധത്തിലുള്ള ഭയവും അകറ്റാനാവൂ. അക്കാരണത്താലാണ് ഈ ലോകത്തിൽ നിന്തിരുവടി അങ്ങ് ഭഗവാൻ ഉപദേശിച്ചിട്ടുള്ള ഭജന രീതികളെ അവലംബിക്കുന്ന ഭക്തൻ കണ്ണടച്ചോടിയാലും ഒരിടത്തും തട്ടി വീഴാത്തത്. ഭക്തിയാണ് നമ്മുടെ പരമമായ ഒരു ഭാഗ്യം. ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് കടന്നാൽ, ഭൂമൻ കായേന വാച മുഹുരപി മനസാ ത്വദ്ബല പ്രേരിതാത്മാ യത് കുർവേ സമസ്തം തദിഹ പരതരേ ത്വയ്യസാവർപ്പയാമി. ജാത്യാപീഹശ്വപാകസ്ത്വയി നിഹിതമനഃ കർമ്മ വാഗിദ്രിയാർദ്ധ പ്രാണോ വിശ്വം പുനിതേ നതു വിമുഖമനാസ്ത്വത്പദാദിപ്രവര്യ. ഇവിടെയും ഭഗവാനെ സംബോധന ചെയ്യുകയാണ്. ഭൂമൻ, ഭഗവാനെ, അതായത് പരബ്രഹ്മമൂർത്തിയായ ഭഗവാനെ അങ്ങയുടെ ശക്തിയാകുന്ന സത്യം ഉള്ളിലിരുന്ന് പ്രേരിപ്പിക്കുന്നത് കൊണ്ട് ദേഹം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ഞാൻ വീണ്ടും വീണ്ടും എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്യുന്നുവോ അതെല്ലാം ഇവിടെ ഞാനിതാ അങ്ങയിൽ സമർപ്പിച്ചു കൊള്ളുന്നു. ഭഗവാനെ, ഇവിടെ ജാതി കൊണ്ട് ഒരു നായാടിയാണെങ്കിലും, ഒരു താഴ്ന്ന ആളുകളാണെങ്കിൽ പോലും, നായാടി ആണെങ്കിൽ പോലും
നിന്തിരുവടിയിൽ മനസ്സും പ്രവൃത്തികളും വാക്കുകളും ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയാർത്ഥങ്ങളായ രൂപം, രസം എന്നിവകളും പ്രാണനും എല്ലാം സമർപ്പിച്ചിട്ടുള്ള ഭക്തൻ ലോകത്തെ പരിപാവനമാക്കി തീർക്കുന്നു. നിന്തിരുവടിയുടെ തൃപ്പാദത്തോട് വൈമുഖ്യമുള്ളവനാകട്ടെ അവൻ ബ്രാഹ്മണ ശ്രേഷ്ഠനാണെങ്കിൽ കൂടി ലോകത്തെ പവിത്രമാക്കുന്നില്ല. ഇനി മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് കടന്നാൽ, ഭീതിർനാമ ദ്വിതീയാദ്ഭവതി നനു മനഃകൽപ്പിതം ചദ്വിതീയം തേനൈക്യാഭ്യാസശീലോ ഹൃദയമിഹ യഥാശക്തി ബുദ്ധ്യാ നിരുന്ധ്യാം മായാവിദ്യേതു തസ്മിൻ പുനരപി ന തഥാ ഘാതി മായാധിനാഥം തം ത്വാം ഭക്ത്യാ മഹത്യാ സതതമനുഭജൻ ഈശഭീതിം വിജഹ്യാം. അതായത് ഭയം എന്നത് രണ്ടാമതൊന്നിൽ നിന്നാണല്ലോ ഉണ്ടാകുന്നത്. ശ്ലോകത്തിൽ ഭീതിർ നാമ ദ്വിതീയാത് നനു ഭവതി, രണ്ടാമത്തേത് മനസ്സുകൊണ്ട് കൽപ്പിച്ചുണ്ടാകുന്നതാണ്. അതുകൊണ്ട് ഇവിടെ എല്ലാം ഒന്നാണെന്ന് ചിന്തിച്ച് ബുദ്ധി കൊണ്ട് മനസ്സിനെ ഞാൻ തടയും. ഇവിടെ എല്ലാം ഒന്നാണെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഞാൻ ബുദ്ധി കൊണ്ട് മനസ്സിനെ തടയും എന്നാണ് കവി പറയുന്നത്. പിന്നെയും ആ മനസ്സിൽ മായ ബാധിച്ചാൽ അങ്ങനെ തോന്നുകയേയില്ല. അപ്പോൾ മായയെ നിയന്ത്രിക്കാൻ അങ്ങയോടുള്ള ഉത്തമ ഭക്തിയോടുകൂടി ഭജിച്ച് ഞാൻ ഭയം അകറ്റും ഗുരുവായൂരപ്പ ഭഗവാനെ എന്നാണ് കവി പറയുന്നത്. നാലാമത്തെ ശ്ലോകം നോക്കിയാല്, ഭക്തേരുത്പത്തി വൃദ്ധി തവ ചരണജുഷാം സംഗമേനൈവ പുംസാം ആസാദ്യേ പുണ്യഭാജാം ശ്രിയ ഇവ ജഗതി ശ്രീമതാം സംഗമേന തത്സംഗോ ദേവ ഭൂയാത് മമ ഖലു സതതം തന്മുഖാദുന്മിഷദ്ഭി സ്ത്വന്മാഹാത്മ്യ പ്രകാരൈർഭവതി ച സുദൃഢാ ഭക്തിരുദ്ധാത പാപ. നാലാമത്തെ ശ്ലോകത്തിൽ, ലോകത്തിൽ സമ്പത്തുള്ളവരുടെ സംസർഗത്താൽ സമ്പത്തിന് അഭിവൃദ്ധി ഉണ്ടാകുന്നത് പോലെ അവിടുത്തെ തൃപ്പാദങ്ങൾ ഭജിക്കുന്നവരുടെ സംസർഗത്താൽ പുണ്യം ചെയ്ത ജനങ്ങൾ ഭക്തിക്ക് ഉൽപ്പത്തിയും അഭിവൃദ്ധിയും സമ്പാദിക്കുന്നു. ഭഗവാനെ, എനിക്ക് തീർച്ചയായും ഭക്തന്മാരുടെ സംസർഗം എപ്പോഴും ഉണ്ടാകണമേ. ആ ഭക്തന്മാരിൽ നിന്നും പുറപ്പെടുന്ന ഭഗവത് മാഹാത്മ്യത്തിന്റെ വർണ്ണനകൾ കേൾക്കുമ്പോൾ പാപങ്ങൾ നീങ്ങി ഉറച്ച ഭക്തി ഉണ്ടാകണമേ ഭഗവാനെ എന്നാണ് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അഞ്ചാമത്തെ ശ്ലോകത്തിലേക്ക് വന്നാൽ, ശ്രേയോന്മാർഗേഷു ഭക്താവധിക ബഹുമതിർജന്മ കർമാണി ഭൂയോ ഗായൻ ക്ഷേമാണി നാമാന്യപി തദുഭയദ പ്രദ്രുതാത്മാ ഉദ്യദ്ധാസ കഥാചിത് കുഹചിദപി രുദൻ ക്വാപി ഗർജൻ പ്രഗായൻ ഉന്മാദീവ പ്രനൃത്യൻ അയി ഗുരു കരുണാം ലോകബാഹ്യശ്ചരേയം. ഭക്തി പ്രാർത്ഥന ഉച്ചസ്ഥായിലേക്ക് കടക്കുകയാണ് അഞ്ചാമത്തെ ശ്ലോകം മുതൽ. പരമപുരുഷാർത്ഥമായ മോക്ഷത്തിലേക്കുള്ള ഏറ്റവും ശ്രേഷ്ഠമായ മാർഗമാണ് ഭക്തിമാർഗം. ഭഗവാന്റെ അവതാര കഥകളെയും തിരുനാമങ്ങളെയും വീണ്ടും വീണ്ടും പാടിക്കൊണ്ട് ചിലപ്പോൾ പൊട്ടിച്ചിരിച്ചും മറ്റു ചിലപ്പോൾ കരഞ്ഞും അട്ടഹസിച്ചും ഉച്ചത്തിൽ പാടിയും ഒരു ഭ്രാന്തനെ പോലെ തുള്ളിക്കളിച്ചും സാമാന്യ ജനങ്ങളിൽ നിന്നും ഞാൻ അകന്നു സഞ്ചരിക്കും എന്നാണ് പറയുന്നത്. ഭക്തിയുടെ മൂർധന്യാവസ്ഥയാണ് ഇവിടെ കാണുന്നത്. മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുകയാണ്, അല്ലയോ ഗുരുവായൂരപ്പ, നിന്തിരുവടി അതിനെ കരുണ ചെയ്യണമേ ഭഗവാനെ എന്നാണ് മേൽപ്പത്തൂർ പറയുന്നത്. ആറാം ശ്ലോകത്തിലേക്ക് കടന്നാൽ,
ഭൂതാന്യേതാനി ഭൂതാത്മകമപി സകലം പക്ഷി മത്സ്യാൻ മൃഗാദീൻ മർത്യാൻ മിത്രാണി ശത്രൂനപി യമിതമതിത്വന്മയാൻ ജ്ഞാനമാനി ത്വത്സേവായാം ഹി സിദ്ധ്യേത് മമ തവ കൃപയാ ഭക്തിദാർഢ്യം വിരാഗസ്ത്വസ്യാവബോധോപി ച ഭുവനപദേ യത്നഭേദം വിനൈവ. 6-ാം ശ്ലോകത്തിൽ മണ്ണ്, വെള്ളം, തീയ്, കാറ്റ്, ആകാശം, പഞ്ചഭൂതങ്ങൾ എന്ന 5 പ്രകൃതി പദാർത്ഥങ്ങളും ആകാശത്ത് പറക്കുന്ന പക്ഷികൾ, വെള്ളത്തിൽ ജീവിക്കുന്ന മത്സ്യങ്ങൾ, കരയ്ക്ക് ജീവിക്കുന്ന മൃഗാദികൾ, വിശേഷ ബുദ്ധിയുള്ള മനുഷ്യർ, അവരിൽ തന്നെ ബന്ധുക്കൾ, ശത്രുക്കൾ എന്ന് വേണ്ട ലോകത്തിലുള്ള സകല ജീവജാലങ്ങളും ഭഗവന്മയമാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ച് അവയെ നമസ്കരിക്കണം എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്, ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. 6-ാമത്തെ ശ്ലോകത്തിൽ ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്തോളാം ഭഗവാനെ, അങ്ങയിലുള്ള ഉറച്ച ഭക്തിയും വൈരാഗ്യവും സർവവും നിന്തിരുവടി തന്നെയാണെന്നുള്ള തത്വത്തിന്റെ ജ്ഞാനവും അപ്പോൾ എനിക്ക് കൈവരും എന്നാണ് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഏഴാം ശ്ലോകം നോക്കാം. നോമുഹ്യൻ ചുത്രിടാദ്യൈർഭവസരണിഭവൈസ്ത്വന്നിലീനാശയത്വാത് ചിന്താസാദത്യശാലി നിമിഷലവമപി ത്വത്പദാദ പ്രകമ്പ ഇഷ്ടാനിഷ്ടേഷു തുഷ്ടിവ്യസന വിരഹിതോ മായികത്വബോധാത് ജ്യോത്സ്നാഭിത്വന്നഖേന്ദോ അധിക ശിശിരിതേനാത്മനാ സഞ്ചരേയം. അതായത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നിന്നും 1 ഇഞ്ച് പോലും അകലാതെ, വിശപ്പും ദാഹവും അറിയാതെ, നന്മയിൽ സന്തോഷമോ തിന്മയിൽ സങ്കടമോ ഉണ്ടാകാതെ ഭഗവാനിൽ ഉറച്ച ഭക്തി ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെയെല്ലാമായിട്ട് നിന്തിരുവടിയുടെ നഖചന്ദ്രന്റെ നിലാവുകളാൽ ഏറ്റവും അധികം തണുത്ത മനസ്സോടുകൂടി ഞാൻ സഞ്ചരിക്കും എന്ന് ഭഗവാന് ഉറപ്പ് കൊടുക്കുകയാണ് കവി ഈ ശ്ലോകത്തിൽ ചെയ്യുന്നത്. 8-ാമത്തെ ശ്ലോകത്തിലേക്ക് കടന്നാൽ പൂതേഷ്വേഷു തദൈക്യസ്മൃതി സമധിഗതൗനധികാരോധുനാ ചേത് ത്വത്പ്രേമ ത്വത്കമൈത്രേ ജഡമതിഷു കൃപാദുത്സു ഭൂയാതുപേഷ അർച്ചായാം വാ സമർച്ചാഹുതുകമുരുതര ശ്രദ്ധയാ വർദ്ധതാം മേ ത്വത്സംസേവീ തഥാപി ദ്രുതമുപലഭതേ ഭക്തലോകോത്തമത്വം. അന്യജീവികളിൽ നിന്നും അങ്ങയുടെ അഭേദം അനുഭവപ്പെടുന്നതിന് എനിക്കിപ്പോൾ യോഗ്യതയില്ല എങ്കിൽ അങ്ങയിൽ ഭക്തിയും അങ്ങയുടെ ഭക്തന്മാരോട് സൗഹൃദവും മറ്റുള്ളവരിൽ ദയയും ശത്രുക്കളോട് വിരോധമില്ലായ്മയും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട്. അത്യധികം ശ്രദ്ധയോടുകൂടി, അതായത് ഗുരുതര ശ്രദ്ധയാവി, ഭഗവാന്റെ പ്രതിമയിൽ പൂജ നടത്തുവാൻ അത്യധികം ശ്രദ്ധയോടുകൂടി പൂജ നടത്തുവാനുള്ള ഉത്സാഹമെങ്കിലും എനിക്ക് വർദ്ധിപ്പിച്ചു തരേണമേ. അങ്ങനെ അവിടുത്തെ സേവിക്കുന്ന ഭക്തന് പോലും ഏറെ താമസിയാതെ ഉത്തമ ഭക്തന്റെ നില കിട്ടുമല്ലോ, അല്ലെങ്കിൽ ഉത്തമ ഭക്തനായി മാറുമല്ലോ. എല്ലാ ജീവജാലങ്ങളും ഭഗവാനും താനും ഒന്നാണെന്ന അനുഭവം വന്നിട്ടുള്ള ഭക്തനാണ് ഉത്തമ ഭക്തൻ. താൻ ഇപ്പോൾ ഒരു ഉത്തമ ഭക്തൻ അല്ലെങ്കിൽ കൂടി പരിപൂർണ വിശ്വാസത്തോടു കൂടി ഭഗവാന്റെ പ്രതിമയിൽ പൂജ ചെയ്യുവാനുള്ള ആഗ്രഹം എന്ന പ്രാകൃത ഭക്തന്റെ മനോഭാവമെങ്കിലും തനിക്ക് ഉണ്ടാക്കി തരേണമേ എന്നാണ് മേൽപ്പത്തൂർ ഈ ശ്ലോകത്തിൽ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ സാവധാനം ഉത്തമ ഭക്തന്റെ അവസ്ഥയിലേക്ക് ഉയരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് കവി. 9-ാം ശ്ലോകം നോക്കിയാൽ
ആവൃത്യ ത്വത്സ്വരൂപം ക്ഷിതിജലമരുതാദ്യാത്മനാ വിക്ഷിപന്തി ജീവാൻ ഭൂയിഷ്ട കർമാവലി വിവശഗതീൻ ദുഃഖജാലേ ക്ഷിപന്തി ത്വന്മായാമാഭിഭൂന്മാം അയി ഭുവനപതേ കൽപ്പതേ തത്പ്രശാന്ത്यै ത്വത്പാദേ ഭക്തിരേവ്യേത്യവദതയി വിഭോ സിദ്ധയോഗി പ്രബുദ്ധ. 9-ാം ശ്ലോകത്തിൽ ആവൃത്യ തത്സ്വരൂപം, അങ്ങയുടെ സ്വരൂപത്തെ മറച്ച് മണ്ണ്, വെള്ളം, കാറ്റ് മുതലായ രൂപത്തിലുള്ള തോന്നലുണ്ടാക്കി പൂർവകർമ്മങ്ങൾക്കനുസരിച്ച് സഞ്ചരിക്കുന്ന ജീവജാലങ്ങളെ ദുഃഖങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്ന നിന്തിരുവടിയുടെ മായയാൽ ഞാൻ ക്ലേശിക്കപ്പെടരുതോ ഭഗവാനെ. ഗുരുവായൂരപ്പ, ആ മായയെ കീഴടക്കുവാൻ ത്വത്പാദ ഭക്തി മാത്രമേ ഉള്ളൂ എന്ന് പ്രബുദ്ധ യോഗീശ്വരൻ പറഞ്ഞിട്ടുണ്ട്. ഉള്ളതിനെ മറയ്ക്കുക, ഇല്ലാത്തതിനെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുക, ഇതാണ് മായയുടെ സ്വഭാവം. ഭഗവാന്റെ സ്വരൂപമായ ബ്രഹ്മം മാത്രമേ യഥാർത്ഥത്തിൽ സത്യമായിട്ടുള്ളൂ. അതിനെയാണ് മായ ആവരണ ശക്തി കൊണ്ട് മറയ്ക്കുന്നത്. മായ ആവരണ ശക്തി കൊണ്ട് മറയ്ക്കുന്നത്. ഈ മായാക്ലേശങ്ങളിൽ നിന്ന് മോചനം നൽകാൻ ഭക്തിക്ക് മാത്രമേ കഴിയൂ എന്നാണ് പ്രബുദ്ധ യോഗിയുടെ ഉപദേശം. 10-ാമത്തെ ശ്ലോകം. ദുഃഖാന്യാലോക്യ ജന്തുഷ്വലമുദിത വിവേകോഹം ആചാര്യപര്യാത് ലബ്ധ്വാ ത്വദ്രൂപതത്വം ഗുണചരിത കഥാദ്യുദ്ഭവദ്ഭക്തിഭൂമാ മായാമേനാം തരിത്വാ പരമസുഖമയേ ത്വത്പദേ മോദിതാഹേ തസ്യായാം പൂർവരംഗ പവനപുരപതേ നാശയാശേഷരോഗാൻ. 10-ാമത്തെ ശ്ലോകത്തിൽ മേൽപ്പത്തൂരിന് പരമാനന്ദ സുഖപ്രാപ്തിക്കുള്ള നിശ്ചയദാർഢ്യമാണ് കാണുന്നത്. ഇവിടെ പറയുന്നു, ഞാൻ ജീവജാലങ്ങളിൽ ദുഃഖങ്ങളെ കണ്ടിട്ട് വേണ്ടുവോളം വിവേകം വന്നവനായിട്ട് ശ്രേഷ്ഠനായ ഗുരുവിൽ നിന്ന് നിന്തിരുവടിയുടെ സ്വരൂപത്തിന്റെ രഹസ്യം മനസ്സിലാക്കിയിട്ട് ഗുണകഥകൾ കേട്ടും പറഞ്ഞും ഓർത്തും മറ്റും ഭക്തിയുണ്ടായി വർദ്ധിച്ച് ഈ മായയെ ജയിച്ച് പരമാനന്ദമായ നിന്തിരുവടിയുടെ തൃക്കാൽക്കൽ പരമസുഖം അനുഭവിക്കും എന്ന് കവി പറയുന്നു. ഇത് അതിനുള്ള ആദ്യത്തെ പുറപ്പാടാണ്. ഭഗവാനെ, ഗുരുവായൂരപ്പ, എന്റെ എല്ലാ രോഗങ്ങളും മാറ്റി തരേണമേ എന്ന് ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുകയാണ്. ഇതുമാണ് 91-ാം ദശകത്തിൽ എൻ്റെ ചെറിയ രീതിയിലുള്ള വിശദീകരണമായി ഞാൻ കാണുന്നത്. ഈ ഉദ്യമത്തിന് എന്നെ നിയോഗിച്ച ഈ സമിതിയുടെ ഭാരവാഹികൾക്കും പ്രത്യേകിച്ച് ഇന്ദിരാക്കയ്ക്കും എൻ്റെ ഹൃദയംഗമമായ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഈ സമിതിയിൽ നാരായണീയത്തിന് വിശദീകരണത്തിനായി ഞാൻ ആദ്യമായിട്ടാണ് എത്തുന്നത്. എന്നിലേതെങ്കിലും രീതിയിലുള്ള തെറ്റുകുറ്റങ്ങൾ നിങ്ങൾ കണ്ടാൽ എന്നോട് പുറത്ത് ക്ഷമിച്ച് എല്ലാവരും എന്നോട് സഹകരിക്കണം എന്ന് വളരെ താഴ്മയായി അപേക്ഷിക്കുന്നു. എൻ്റെ ഈ വാക്കുകൾ സശ്രദ്ധം ശ്രവിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. കായേന വാചാ മനസേന്ദ്രിയ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായ സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. സകലം സർവം ശ്രീകൃഷ്ണ നമസ്തേ. ഹരി ഓം. ഹരി ഓം. ഭക്തി മഹത്വമായ ഇന്നത്തെ ദശകം ഇവിടെ പൂർണ്ണമായി. ആദ്യം തന്നെ വളരെ ഭംഗിയായി ധ്യാനശ്ലോകം ചൊല്ലി ഇന്നത്തെ പ്രോഗ്രാം ആരംഭിച്ച ലതാക്കയ്ക്കും പദച്ഛേദത്തോടും വളരെ സ്പഷ്ടമായും ചാന്റിങ് ഗൈഡൻസ് ചെയ്ത് സരോജനയ്ക്കും അതുപോലെ തന്നെ വളരെ ഭംഗിയായി റെപ്പിറ്റേഷൻ ചെയ്ത് വിമലാക്കയ്ക്കും ദേവകി അക്കയ്ക്കും വത്സലാക്കയ്ക്കും
പിന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ നന്നായി ഭക്തി മഹത്വത്തിനെ പറ്റി വിവരിച്ചു തന്ന ബിനി അക്കയ്ക്കും എൻ്റെ പേരിലും സമിതിയുടെ പേരിലും ഇവിടെ കൂടിയുള്ള എല്ലാവരുടെ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ റെക്കോർഡിങ്ങും എഡിറ്റിങ്ങും ചെയ്ത് യൂട്യൂബിൽ നമ്മുടെ പ്രോഗ്രാം പകർത്തി തരുന്ന സുനേനക്കയ്ക്ക് നമ്മുടെ സമിതിയുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും നന്ദി അറിയിച്ചു കൊള്ളുന്നു. പിന്നെ ഇതിനെല്ലാം മുൻകൈ എടുത്ത് ഓരോരുത്തർക്കും അവരവരുടെ ഷെഡ്യൂൾ 1 മാസം മുന്നേ തന്നെ അയച്ചു കൊടുത്ത് ഓരോ പഠന ക്ലാസ്സിനെയും വിജയകരമായി കൊണ്ടുപോകുന്ന ഇന്ദിരാക്ക് എല്ലാവരുടെ പേരിലും നന്ദി അറിയിച്ചു കൊള്ളുന്നു. നമുക്ക് ഈ അവസരം തന്ന സമിതിക്കും ഈ വേദി ഒരുക്കി തന്ന സമിതിക്കും ഗോപണനും ജിൽജാക്കയ്ക്കും നന്ദി അറിയിച്ചു കൊടുക്കുന്നു എല്ലാവരുടെ പേരിലും. അതുപോലെ തന്നെ ഇവിടെ കൂടിയുള്ള എല്ലാ യോഗബന്ധുക്കൾക്കും എല്ലാവർക്കും നമസ്കാരം. ലോക കല്യാണ മന്ത്രം ചൊല്ലി ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് പൂർത്തിയാക്കാം. നമസ്കാര സ്ഥിതി നിവർന്നിരിക്കാം, കണ്ണുകൾ പതുക്കെ അടക്കാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. എനിക്ക് ഈ അവസരം തന്ന് സമിതിക്കും പ്രത്യേകിച്ച് ഇന്ദിരാക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഹരി ഓം.